തരൂരിന് മാത്രമല്ല, തരൂർ ഇതിനകത്തൊരു അവാർഡിയാണ്. ഇതുപോലെ പല ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തത്. അവിടെ എല്ലാം ഇതല്ലേ, അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇതല്ലേ തരൂർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫലകം തയ്യാറാക്കിയിരുന്നു. ശില്പമുണ്ട്. നമ്മൾ 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡും മൊമെന്റോയും ഈ ശങ്കരാചാര്യരുടെ പ്രതിമയും കൂടെയാണ് നമ്മൾ കൊടുത്തത്. എല്ലാവർക്കും ഇതേ സ്ഥാനമാണ് കൊടുത്തത്. നമുക്ക് നോക്കാം. ഉയരുന്നൊരു ഗൂഢാലോചന ഈ HRDS ഇത്തരം ഒരു വിവാദമുണ്ടാക്കി അതിലേക്ക് തരൂര് ആദ്യമായിട്ടല്ല കോൺഗ്രസ് വിരുദ്ധമായ നിലപാടുകൾ പല കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റിന്റെ വിരുന്നിന് പോയതാണ്. അപ്പൊ നേതൃത്വത്തിനെ എതിർത്ത് അദ്ദേഹം പലതവണ നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചൊരു ഭയത്തിന്റെ ആവശ്യമില്ല. ഇതിപ്പോ ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കി HRDS അദ്ദേഹത്തിനെ അതിലേക്ക് പെടുത്തുകയായിരുന്നു എന്നുള്ളത് ഉയരുന്ന ഒരു വിമർശനം കൂടിയുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു വിവാദം നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രചരണം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ നേരിട്ട് കണ്ട ദിവസം പോയ ആൾക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളതിന് എങ്ങനെയാണ് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കാരണം അന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ കാര്യം അറിയുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങേറ്റം നിരുത്തരവാദപരമായ കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അതിനകത്ത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ശശി തരൂരിനെ പോലെ ഒരാളുടെ ഓഫീസ് അങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? അദ്ദേഹം എത്രയോ വലിയ ഉന്നത ശ്രേണിയിലുള്ള ഒരാളാണ്. അത് നേരിട്ട് കാണുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഈ ആ ഡേറ്റ് നമ്മൾ എടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തരൂരിനെ നിങ്ങൾ നേരിട്ട് കണ്ട് ക്ഷണിച്ച ഡേറ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൂഫാണ്. ഇപ്പൊ ലെറ്റർ ഇങ്ങനെയുള്ള ഒരു കാര്യം തരൂര് വരില്ല എന്നുള്ളത് അറിയിച്ചില്ല. വി മുരളീധരൻ എപ്പോഴാണ് അറിയിച്ചത്? മുരളീധരൻ വരുന്നതന്നെ വിചാരിച്ചിരുന്നതാണ്. അതായത് അന്ന് അദ്ദേഹത്തിന് 10-ാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ് ഏർപ്പാടാക്കിയത്. പക്ഷേ ഈ ഇൻഡിഗോയുടെ വിഷയം കാരണം ഒരുപാട് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പിന്നെ പുതിയത് എടുക്കാൻ കഴിയാതെ വന്നു. പിന്നെ കൊച്ചിയിൽ നിന്ന് പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ രാവിലെ ഓടിയെത്താൻ പറ്റാതെ വന്നുകൊണ്ടാണ് അദ്ദേഹം അത് എക്സ്ക്യൂസ് ചെയ്തത്. പിന്നെ ഒരു അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ 12 നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് തരൂര് നിഷേധിക്കാൻ അല്ലെങ്കിൽ നിഷേധിച്ചാൽ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത് അത് സജി സാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗെയിൻ ഒരു കോൺട്രവേഴ്സി ആവും ഈ ഒരു സമയത്ത്. അതൊരു അവരുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത്. നോക്കാം, അത് ഞങ്ങൾ ഡയറക്റ്റ്ലി എവിഡൻസ് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അവരുടെ CCTV ഫുട്ടേജ് എടുക്കാനോ വേണമെങ്കിൽ വെറുതെ അവിടെ പോയി ഇന്നലെ ചാനൽ പറഞ്ഞ അവരുടെ ക്യാമറ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞങ്ങള് ഇങ്ങനൊരു വിവാദം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ അവാർഡ് കൊടുക്കുന്ന ആരും ഇതുവരെ ഒരു പ്രശ്നക്കാരാണെന്ന് നമ്മൾ കരുതുന്നില്ല. ഇദ്ദേഹത്തിന് കോൺഗ്രസ് കൊടുത്ത അതിസമ്മർദ്ദം കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറേണ്ടി വന്നതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു HRDS പ്രോപ്പറായിട്ടൊന്നും ചെയ്തില്ല. കോൺഗ്രസ് ഇത്രയും എതിർക്കുന്ന വീര സവർക്കറുടെ പേരിലുള്ള ഒരു അവാർഡ് തരൂർ ഏറ്റുവാങ്ങുമെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയോടാണ് പ്രസിദ്ധീകരിച്ചത്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല, പോകും, നമ്മൾ മലയാളം മീഡിയയോടെയല്ല. അപ്പൊ അങ്ങനെ ഒരു ഡിഫൻസ് നിങ്ങൾ എടുക്കുന്നതാണ്. കോൺഗ്രസ് ഇത് മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. ഇതിനു മുമ്പ് വർഷങ്ങളായി കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. ശരി, അങ്ങനെ ഒരു ഡിഫൻസ് പറയും. ആ ഒരു നിങ്ങളുടെ ഡിഫൻസ് മാത്രമാണ് അത്. തരൂരിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തരൂരിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് രവികാന്ത് IAS അല്ല OSP ഞാൻ നമ്മളൊക്കെ കണ്ടെന്ന് പറഞ്ഞത്. അദ്ദേഹം പക്ഷെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ മാധ്യമങ്ങളോടെയാണ് ഈ സംഭവം പറഞ്ഞത്. അതൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. കാരണം നമ്മളിത് പറയുകയും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ശരി ഇത് പിന്നെ അവാർഡീസ് ആരൊക്കെയാണെന്ന് ചോദിക്കുകയും അതിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പറയുകയും നമ്മൾ അതിനെ കൊടുക്കുകയും ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാനിത് മാധ്യമങ്ങളോട് മാത്രമാണ് ഈ വാർത്ത അറിഞ്ഞതെന്നാണ്. അതെന്താണ് അങ്ങനെ വന്നതെന്നാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്.